എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 1975 ഇന്ത്യ പുരുഷ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി എന്ന പുസ്തകമാണ് 1975 ഇന്ത്യ പുരുഷ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്താണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത്. സർപ്പ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്ര താരം ടൊവിനോ തോമസ് ആണ് സർപ്പ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്ര താരം. നീതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജീവ് ഗൗബയാണ് നീതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രേം നസീർ സുഹൃദ് സമിതിയുടെ പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ജഗദീഷാണ് പ്രേം നസീർ സുഹൃദ് സമിതിയുടെ പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കറിൽ മത്സരിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് ഇന്ത്യൻ സിനിമ സന്തോഷ്. സംവിധാനം സന്ധ്യാസൂരി. സന്തോഷ് എന്ന സിനിമയാണ് ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കറിൽ മത്സരിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് ഇന്ത്യൻ സിനിമ. സംവിധാനം ചെയ്തത് സന്ധ്യാസൂരി. കേരള ഇൻ ഇന്ത്യാസ് ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്ന ബുക്ക് പുറത്തിറക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരള ഇൻ ഇന്ത്യാസ് ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്ന ബുക്ക് പുറത്തിറക്കുന്നത്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിനാണ് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ. 2025 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് 2025 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം. ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ് ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത്. 100 വർഷത്തിന് ശേഷം ഇടുക്കിയിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം പക്ഷി നെൽപ്പൊട്ടൻ. ഗോൾഡൻ ഹെഡഡ് സിസ്റ്റിക്കോല. നെൽപ്പൊട്ടൻ എന്ന പക്ഷിയാണ് 100 വർഷത്തിന് ശേഷം ഇടുക്കിയിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം പക്ഷി ഗോൾഡൻ ഹെഡഡ് സിസ്റ്റിക്കോല. PM മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ് PM മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം. 2025 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കൾ ലിവർപൂളാണ് 2025 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കൾ. ഹൃഷികേശ് കർമ്മപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച തുരങ്കം ജനാസു തുരങ്കമാണ് ഹൃഷികേശ് കർമ്മപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച തുരങ്കം. കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ നിറം ഓലോ എന്ന പേരിലുള്ള നിറമാണ് കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ നിറം. ഇന്ത്യയിൽ ആദ്യത്തെ തദ്ദേശീയ AI ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കാൻ അനുമതി ലഭിച്ച കമ്പനി സർവം AI ആണ് ഇന്ത്യയിൽ ആദ്യത്തെ തദ്ദേശീയ AI ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കാൻ അനുമതി ലഭിച്ച
കമ്പനി. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകണം എന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ. കേരള നഗരനയ കമ്മീഷൻ. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകണം എന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷനാണ് കേരള നഗരനയ കമ്മീഷൻ. ഒരു മോഡേൺ ഇന്ത്യൻ ആർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ലേലത്തുകയിൽ വിറ്റുപോയ MF ഹുസൈൻ്റെ ചിത്രം ഗ്രാമയാത്ര. 118 കോടി രൂപയ്ക്കാണ് ഇത് വിറ്റുപോയത്. ഒരു മോഡേൺ ഇന്ത്യൻ ആർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ലേലത്തുകയിൽ വിറ്റുപോയ MF ഹുസൈൻ്റെ ചിത്രമാണ് ഗ്രാമയാത്ര എന്ന ചിത്രം. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ശുഭാൻഷു ശുക്ല. ശുഭാൻഷു ശുക്ലയാണ് ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ഓഫ് ഇന്ത്യ GHCI ആരംഭിച്ച മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി MNRE. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി എന്ന മന്ത്രാലയമാണ് ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ഓഫ് ഇന്ത്യ ആരംഭിച്ച മന്ത്രാലയം. ആമസോണിൻ്റെ ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവന പദ്ധതി പ്രൊജക്റ്റ് കൈപ്പർ. പ്രൊജക്റ്റ് കൈപ്പറാണ് ആമസോണിൻ്റെ ഉപഗ്രഹ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവന പദ്ധതി. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദൻ. മുകുന്ദനാണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി ചെയർമാൻ അലോക് ജോഷി. അലോക് ജോഷിയാണ് ദേശീയ സുരക്ഷാ ഉപദേശക സമിതി ചെയർമാൻ. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ സഹായിക്കുന്നതിനായി സമുദ്രജലത്തിൽ നിന്ന് നേരിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വേർതിരിച്ചെടുക്കുന്ന സീക്യൂർ പ്രൊജക്റ്റ്. സീക്യൂർ പ്രൊജക്റ്റ് ഏത് രാജ്യത്തിൻ്റെ സംരംഭമാണ്? യുണൈറ്റഡ് കിങ്ഡം. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ സഹായിക്കുന്നതിനായി സമുദ്രജലത്തിൽ നിന്ന് നേരിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വേർതിരിച്ചെടുക്കുന്ന പ്രൊജക്റ്റാണ് സീക്യൂർ എന്ന പ്രൊജക്റ്റ്. സീക്യൂർ പ്രൊജക്റ്റ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഒരു സംരംഭമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം ഗാസിയാബാദ്. ഗാസിയാബാദാണ് ഇന്ത്യയിൽ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം. കേരളത്തിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് മൂന്നാർ. കേരളത്തിൽ മൂന്നാറിലാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത്. 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനുള്ള ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക പായൽ കപാഡിയ. പായൽ കപാഡിയയാണ് 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനുള്ള ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക. 2025 കാൻ ചലച്ചിത്രമേളയിലെ ലാ സിനിഫ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഷോർട്ട് ഫിലിം എ ഡോൾ മേഡപ്പ് ഓഫ് ക്ലേ. എ ഡോൾ മേഡപ്പ് ഓഫ് ക്ലേ എന്ന ഷോർട്ട് ഫിലിമാണ് 2025 കാൻ ചലച്ചിത്രമേളയിലെ ലാ സിനിഫ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഷോർട്ട് ഫിലിം. അടുത്ത വർഷം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ഡെങ്കി വാക്സിൻ ക്യൂ ഡെങ്ക എന്ന വാക്സിനാണ് അടുത്ത വർഷം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ഡെങ്കി വാക്സിൻ. രാജ്യത്ത് ഉടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി പുസ്തകങ്ങളും പഠന സാമഗ്രികളും കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം ഗ്യാൻ പോസ്റ്റ്. ഗ്യാൻ പോസ്റ്റ് എന്ന സംവിധാനമാണ് രാജ്യത്തുടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി പുസ്തകങ്ങളും പഠന സാമഗ്രികളും കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം. ഡിജിറ്റൽ സൗകര്യം മൗലികാവകാശമാണെന്നും അത് എല്ലാവർക്കും ഉറപ്പാക്കണമെന്നും വിധി പ്രസ്താവിച്ച കോടതി സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് ഡിജിറ്റൽ സൗകര്യം മൗലികാവകാശമാണെന്നും അത് എല്ലാവർക്കും ഉറപ്പാക്കണമെന്നും വിധി പ്രസ്താവിച്ച കോടതി.
പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം? ലോക കേരളം. ലോക കേരളം എന്ന പ്ലാറ്റ്ഫോമാണ് പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ? മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനലാണ് മുംബൈയിലെ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് പദ്ധതി പ്രഖ്യാപിച്ചത് എവിടെയാണ്? അമരാവതി. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് പദ്ധതി പ്രഖ്യാപിച്ചത്. തുർക്കി പ്രദക്ഷിണം, മൈസൂർ മല്ലികെ എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ്? സക്കറിയ. തുർക്കി പ്രദക്ഷിണം, മൈസൂർ മല്ലികെ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് സക്കറിയയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും EMS മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയും MP-യുമായിരുന്ന EK ഇമ്പിച്ചി ബാവയെക്കുറിച്ച് മകൻ മുഷ്താഖ് രചിച്ച പുസ്തകം? കടൽ പോലൊരാൾ. സ്വാതന്ത്ര്യ സമര സേനാനിയും EMS മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയും MP-യുമായിരുന്ന EK ഇമ്പിച്ചി ബാവയെക്കുറിച്ച് മകൻ മുഷ്താഖ് രചിച്ച പുസ്തകമാണ് കടൽ പോലൊരാൾ. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ്? മാധവ് നാഷണൽ പാർക്ക്. മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി? മാർക്ക് കാണി. മാർക്ക് കാണിയാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക്. സംസ്ഥാനത്തെ ആദ്യ ബുക്ക് വെൻഡിംഗ് മെഷീൻ നിലവിൽ വന്നത്? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് സംസ്ഥാനത്ത് ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ നിലവിൽ വന്നത്. കായിക വകുപ്പ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര? കിക്ക് ഡ്രഗ്സ്. കിക്ക് ഡ്രഗ്സ് എന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് കായിക വകുപ്പ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര. കിക്ക് ഡ്രഗ്സ്. പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡിന് അർഹനായത്? പാണ്ഡുരംഗ ഹെഗ്ഡെ. പാണ്ഡുരംഗ ഹെഗ്ഡെയാണ് പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡിന് അർഹനായത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കുമായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കുന്ന സിംഗിൾ പോയിന്റ് ആപ്പ്? ECNet. ECINET. ECNet എന്ന ആപ്പാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കുമായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കുന്ന സിംഗിൾ പോയിന്റ് ആപ്പ്. 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിച്ച വീഡിയോ കോളിംഗ് ആപ്പ്? സ്കൈപ്പ്. സ്കൈപ്പാണ് 2025 മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിച്ച വീഡിയോ കോളിംഗ് ആപ്പ്. ജീനോം എഡിറ്റഡ് അരി ഇനങ്ങൾ വികസിപ്പിച്ച ആദ്യ രാജ്യം? ഇന്ത്യ. ഇന്ത്യയാണ് ജീനോം എഡിറ്റിംഗ് അരി ഇനങ്ങൾ വികസിപ്പിച്ച ആദ്യ രാജ്യം. ഇനങ്ങൾ DDR റൈസ് 100, കമല, പൂസ DST റൈസ് 1 എന്നീ ജീനോം എഡിറ്റഡ് ഇനങ്ങളാണ് ഇന്ത്യ വികസിപ്പിച്ചത്. 2025 ഫോർമുല 1 മിയാമി ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത്? ഓസ്കാർ പിയാസ്ട്രി. ഓസ്കാർ പിയാസ്ട്രിയാണ് 2025 ഫോർമുല 1 മിയാമി ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത്. ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യഭാഷയിലുള്ള ചാനൽ? PM ഇ-വിദ്യ DTH ചാനൽ 31. PM ഇ-വിദ്യ DTH ചാനൽ 31 ആണ് ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യഭാഷയിലുള്ള ചാനൽ. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത്? കൊല്ലം. കൊല്ലം ജില്ലയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.